ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു എക്കണോമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇൻഡിഫറൻസ് കർവിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ ഡെഫിനേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ IC ഷെഡ്യൂൾ, IC മാപ്പ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സ്ലോപ്പ് ഓഫ് ദ IC കർവായിട്ട് വരുന്ന MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ബജറ്റ് ലൈൻ, പിന്നെ ഇൻഡിഫറൻസ് കർവ് റിലേറ്റഡ് ആയിട്ടുള്ള കീ കോൺസെപ്റ്റ്സും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ദ റേറ്റ് അറ്റ് വിച്ച് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ട്രേഡ് വൺ ഗുഡ് ഫോർ അനദർ വൈൽ മെയിൻറ്റെയിനിങ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഒരു കൺസ്യൂമർ എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് ഗുഡ് എക്സിൻ്റെ എത്രത്തോളം ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടി എത്രത്തോളം ക്വാണ്ടിറ്റി വൈ ആണ് ഫോർഗോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ MRS എന്ന് പറയുന്ന യൂണിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഒരു IC കർവിലെ ഏതൊരു പോയിന്റിലും അതിൻ്റെ ഈക്വൽ ലെവൽ ഓഫ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുക. ആ സമയത്ത് ഗുഡ് എക്സ് വൺ മോർ മേടിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് വൈ എത്രത്തോളം ഫോർഗോ ചെയ്യുന്നു, ഈ റേറ്റിനെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവിൻ്റെ ഏതൊരു പോയിന്റിലും ഈ MRS എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പം MRS ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ വൈ. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എക്സ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ വൈ. ഇൻഡിഫറൻസ് കർവിലെ ഏതൊരു പോയിന്റിലും ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാവുന്നതാണ്. ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് അവിടെ കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ ആസ് എ കൺസ്യൂമർ മൂവ്സ് ഡൗൺ ആൻഡ് ടു ദ റൈറ്റ് അലോങ് ആൻഡ് ഇൻഡിഫറൻസ് കർവ് കൺസിഡറിങ് മോർ ഓഫ് ഗുഡ് എക്സ് ആൻഡ് ലെസ് ഓഫ് ഗുഡ് വൈ, ദ MRS ഡിക്രീസസ്. അതായത് ഗുഡ് എക്സ് ഒരു യൂണിറ്റും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് വൈ ഫോർഗോ ചെയ്യുന്നു. സോ ഇവിടെ പറയുന്നത് വൺ മോർ യൂണിറ്റ് ഓഫ് ഗുഡ് എക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ലെസ് ആൻഡ് ലെസ് ഓഫ് വൈ മാത്രമേ വില്ലിംഗ് ടു ഗിവ് അപ്പ് ചെയ്യുന്നുള്ളൂ. സോ ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് എക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ലെസ് ആൻഡ് ലെസ് ഓഫ് വൈ മാത്രമേ ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്നുള്ളൂ, ഫോർഗോ ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ പറയുന്നത് ഡിമിനിഷിങ് MRS എന്നാണ്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡിമിനിഷ് ചെയ്യുന്നൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഫാക്ടറാണ്. MRS ഈസ് ഡിക്രീസിങ്, ഡിമിനിഷിങ് MRS എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ MRSൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത് ചേഞ്ച് ഇൻ എക്സ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ വൈ ആണ്. ബജറ്റ് ലൈൻ അല്ലെങ്കിൽ ബജറ്റ് കൺസ്ട്രെയിൻറ്റ്, എ ലൈൻ ഷോയിങ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ഗിവൺ ദെയർ ഇൻകം ആൻഡ് പ്രൈസസ് ഓഫ് ദ ഗുഡ്സ്. ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്, രണ്ട് ഗുഡ്സിൻ്റെ എല്ലാ തരത്തിലുള്ള പോസിബിൾ കോമ്പിനേഷൻസും ഷോ ചെയ്യുന്ന ഒരു ലൈനാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. വിത്ത് പർച്ചേസ് ഗിവൺ ദെയർ ഇൻകം ആൻഡ് പ്രൈസ് ഓഫ് ദ ഗുഡ്, ഒരു കൺസ്യൂമറിന് ഉണ്ടായിരിക്കുന്ന ഇൻകവും അതുപോലെ തന്നെ ആ ഗുഡ്സിൻ്റെ പ്രൈസും വെച്ചിട്ട് മാക്സിമം യൂട്ടിലിറ്റി കിട്ടുന്ന രീതിയിൽ പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നതിലും പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് കാണിക്കുന്ന ലൈനാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗ്രാഫ് ദാറ്റ് ഷോസ് ഓൾ ദ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ ബൈ വിത്ത് ദെയർ ഇൻകം. ഒരു കൺസ്യൂമറിന് അദ്ദേഹത്തിൻ്റെ ഇൻകം വെച്ചിട്ട് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള, അതുപോലെ തന്നെ അതോടൊപ്പം നോക്കുന്നത് ആ ഗുഡ്സിൻ്റെ പ്രൈസസ് കൂടെയാണ്. ഇതിനെ നമ്മൾ ബജറ്റ് കൺസ്ട്രെയിൻ എന്നും കൂടെ പറയുന്നു. ഇതിൻ്റെ അസംഷനായിട്ട് പറയുകയാണെങ്കിൽ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ളൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. The slope of the budget line is the ratio of the prices of the two goods. രണ്ട് ഗുഡ്സിൻ്റെ റേഷ്യോ ഓഫ് പ്രൈസസ് ആണ് ഇവിടെ സ്ലോപ്പായിട്ട് വരുന്നത്, ബജറ്റ് ലൈനിൻ്റെ സ്ലോപ്പായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ദ ബജറ്റ് ലൈൻ ക്യാൻ ഷിഫ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ കൺസ്യൂമേഴ്സ് ഇൻകം ഓർ ദ പ്രൈസസ് ഓഫ് ദ ഗുഡ്സ്. ബജറ്റ് ലൈനിൻ്റെ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രൈസസ് ഓഫ് ദ ഗുഡ്സിൻ്റെ ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നതോടൊപ്പം ബജറ്റ് ലൈനും ലെഫ്റ്റ് വേർഡോ റൈറ്റ് വേർഡോ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ദ ബജറ്റ് ലൈൻ ക്യാൻ ബി നോൺ ലീനിയർ ഇഫ് ദ പ്രൈസസ് ഓഫ് ദ ഗുഡ്സ് ചേഞ്ച് ഇൻ എ സർട്ടൺ വേ. ഇവിടെ നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മാത്രമല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രൈസസ് ഓഫ് ഗുഡ്സിന് ചേഞ്ച് ഉണ്ടാകുകയോ അങ്ങനത്തെ പെട്ടെന്നുള്ള ചേഞ്ചസ് ഹാസ് കർവ്സ് അല്ലെങ്കിൽ ഒരു കിങ് എന്ന് പറയുന്നൊരു ലൈനിൻ്റെ ഒരു വേരിയേഷനും കൂടെ ഇവിടെ കാണാൻ പറ്റും. സോ നോൺ ലീനിയർ എന്നുള്ള കൺസെപ്റ്റ് കൂടെ
ഇവിടെ വരുന്നുണ്ട്. ബജറ്റ് ലൈൻ ക്യാൻ ബി നോൺ ലീനിയർ ഇൻ സർട്ടൻ കേസസ്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇഫ് ദ പ്രൈസസ് ഓഫ് ദ ഗുഡ്സ് ചേഞ്ച് ഇൻ എ സർട്ടൻ വേ, ഒരു സർട്ടൻ വേയിൽ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇത് നോൺ ലീനിയർ ആകാനുള്ള ചാൻസസ് കൂടെ ഉണ്ട്. ഇതിൻ്റെ യൂസസ് ആയിട്ട് പറയുകയാണെങ്കിൽ ദ ബജറ്റ് ലൈൻ ഇൻ യൂസ്ഡ് ഇൻ കൺസ്യൂമർ തിയറി ടു അണ്ടർസ്റ്റാൻഡ് ഹൗ കൺസ്യൂമേഴ്സ് ക്യാൻ മേക്ക് ഡിസിഷൻസ് അബൌട്ട് വാട്ട് ടു ബൈ. ഈ ബജറ്റ് ലൈൻ വെച്ചിട്ടാണ് കൺസ്യൂമർ തിയറിയിൽ കൺസ്യൂമർ എന്താണ് മേടിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊരു കൺസ്യൂമർ തിയറി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ബജറ്റ് ലൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ബജറ്റ് ലൈൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് കൺസ്യൂമേഴ്സ് പ്രിഫർ മോർ ഗുഡ്സ് ടു ലെസ്. ഇവിടെ മോർ ഗുഡ്സ് ടു ലെസ് എന്ന് പറയുമ്പം ഒരു ബജറ്റ് ലൈൻ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പം ടു ഗുഡ്സ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഒരു കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ ഇൻകം കൊണ്ടും ആ ഗുഡ്സിൻ്റെ പ്രൈസസ് കൊണ്ടും മേടിക്കാൻ ഉദ്ദേശിക്കുന്ന പോസിബിൾ കോമ്പിനേഷൻസ് ആ ബജറ്റ് ലൈനിൽ കാണാവുന്നതാണ്. അതിൽ ദേ വിൽ ഓൾവേസ് ചൂസ് ടു ബൈ മോർ ഓഫ് എ ഗുഡ് റാദർ ദാൻ ലെസ്. ഒരു ഗുഡിൻ്റെ കുറവ് ശതമാനം അല്ലെങ്കിൽ കുറവ് ക്വാണ്ടിറ്റി മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി മേടിക്കാനായിരിക്കും ആ ഒരു ഇൻകം വെച്ചിട്ടും ആ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് വെച്ചിട്ടും അദ്ദേഹം ശ്രമിക്കുക. സോ അതാണ് പറയുന്നത് മോർ ഓഫ് എ ഗുഡ് റാദർ ദാൻ ലെസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബജറ്റ് കൺസ്ട്രെയിൻ വെച്ചിട്ട് മോർ ഓഫ് എ ഗുഡ് റാദർ ദാൻ ലെസ് ആയിരിക്കും മേടിക്കാൻ ശ്രമിക്കുക. സോ ബജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഓൾ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ആണ് വിത്ത് ദെയർ ഇൻകം ആൻഡ് പ്രൈസസ് ഓഫ് ദ ഗുഡ്സ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അത് കൺസ്യൂമറിൻ്റെ ഇൻകവും പ്രൈസ് ഓഫ് ദ ഗുഡ്സും ഡിപ്പെൻഡ്സ് ചെയ്തിരിക്കുന്നു. ചില കേസസിൽ ബജറ്റ് ലൈൻ നോൺ ലീനിയർ കൂടെ ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ബജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ്. ഇനി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ബജറ്റ് ലൈനിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇതിൽ കാണുന്നത്. ഇതിൽ എക്സ് ആക്സിസിൽ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് എക്സ് കാണാൻ പറ്റും, വൈ ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് വൈ കാണാൻ പറ്റും. ഈ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്ഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇതിൽ പി എക്സ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് അല്ലെങ്കിൽ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് എക്സ് ആണ്. ക്യു എക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആണ്. പി വൈ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് വൈ ആണ്. ക്യു വൈ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ട്സ് വൈ ആണ്. ഇതാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എം എന്ന് പറയുന്നത് കൺസ്യൂമറിൻ്റെ ഇൻകവുമാണ്. സോ ഇതിൽ നമുക്ക് ഇൻഡിഫറൻസ് കർവിൽ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാലാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതിൽ ബജറ്റ് ലൈൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുകയാണെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പാണ്, ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു സ്ലോപ്പ് ലൈനാണിത്, സ്ട്രെയിറ്റ് ലൈനാണ്. പിന്നെ റിയൽ ഇൻകം ലൈനായിട്ട് നമുക്കിത് പറയാൻ പറ്റും. ഇത് ടാൻജൻ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിഫറൻസ് കർവിലാണ്. അത് നമുക്ക് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുമ്പോൾ ഇൻഡിഫറൻസ് കർവ് ബജറ്റ് ലൈനെ ടാൻജൻ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് കൺസ്യൂമർ ഇക്വിലിബ്രിയം ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് ടു കമ്മോഡിറ്റീസ് വരുന്ന കൺസെപ്റ്റാണ്. അതിൽ ബേസ് ചെയ്തിരിക്കുന്നത് ഇൻകം ഓഫ് ദ കൺസ്യൂമറും കമ്മോഡിറ്റിയുടെ മാർക്കറ്റ് പ്രൈസുമാണ്. ഈ ബജറ്റ് ലൈൻ എന്ന് പറയുന്നതിൻ്റെ ഷിഫ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻകം. ചേഞ്ച് ഇൻ ഇൻകം കാരണവും ചേഞ്ച് ഇൻ പ്രൈസ് കാരണവും ഷിഫ്റ്റ് സംഭവിക്കാം. ഇതൊക്കെയാണ് ബജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റായിട്ട് വരുന്നത്. ഇൻഡിഫറൻസ് കർവിൻ്റെ കീ കോൺസെപ്റ്റ്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൽ. ഫസ്റ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അതായത് ഈച്ച് ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ്സ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓർ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി. ഇതെന്ന് പറയുന്നത് ഇൻഡിഫറൻസ് മാപ്പ് സംബന്ധിച്ചാണെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഈച്ച് വൺ റെപ്രസെൻറ്റ് ഈച്ച് ലെവൽ ഓഫ് യൂട്ടിലിറ്റി. ഹയർ ഇൻഡിഫറൻസ് കർവ് ആയിരിക്കും ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി കിട്ടുക. സോ a higher curve superior to a lower curve have more utility and better for the consumer. Consumers aim to reach the highest possible curve on their indifference map. കൺസ്യൂമർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹയർ യൂട്ടിലിറ്റി ആയിരിക്കും നോക്കി കാണുക. അപ്പോൾ ഹയർ ഇൻഡിഫറൻസ് കർവ് ചൂസ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. രണ്ടാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് ഇൻഡിഫറൻസ് കർവ് ഹാവ് എ നെഗറ്റീവ് സ്ലോപ്പ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻഡിഫറൻസ് കർവിനുള്ളത്. അതായത് നോൺ സാറ്റിറ്റി അസംഷൻ ഇവിടെയാണ് യൂസ് ചെയ്യപ്പെടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മോർ ഈസ് ബെറ്റർ, കൂടുതലായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ഇറ്റ്സ് എ പ്രിൻസിപ്പിൾ ഓഫ് കൺസ്യൂമർ റാഷണാലിറ്റി ബിക്കോസ് റാഷണൽ കൺസ്യൂമർ ട്രൈ ടു മാക്സിമൈസ് ദെയർ യൂട്ടിലിറ്റി. റാഷണൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുന്നത് ട്രൈ ടു മാക്സിമൈസ് ദെയർ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഒരു
കാര്യം കൂടി ഇവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ദ നോൺ സാറ്റിറ്റി അസംഷൻ ഇംപ്ലൈസ് ദാറ്റ് ദ ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്. എ ഹയർ ഇൻഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ്സ് എ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ദിസ് ഡൗൺവേർഡ് സ്ലോപ്പ് ഫോളോസ് ഫ്രം ദ നോൺ സാറ്റിറ്റി അസംഷൻ. ഈ നോൺ സാറ്റിറ്റി അസംഷനിൽ നിന്നാണ് ഈ ഡൗൺവേർഡ് സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് ഡിറൈവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ആൻ ഇൻഡിഫറൻസ് കർവ് കനോട്ട് ഇൻ്റർസെക്ട് ഈച്ച് അനദർ. അതായത് ഇൻഡിഫറൻസ് മാപ്പ് കൺസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇൻഡിഫറൻസ് കർവ് ഈച്ച് അതർ ആയിട്ട് അല്ലെങ്കിൽ രണ്ട് ഇൻഡിഫറൻസ് കർവ്സിന് ഒരുമിച്ച് ഇൻ്റർസെക്ട് ചെയ്യാൻ സാധിക്കില്ല. അതെന്ന് പറയുമ്പോൾ അത് യൂട്ടിലിറ്റി ലെവൽസിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി കാരണമാകുന്നു. കാരണം ഈച്ച് ഇൻഡിഫറൻസ് കർവ് ഷോസ് ഈച്ച് ലെവൽ ഓഫ് യൂട്ടിലിറ്റി ആണ്. സോ ടു ഇൻഡിഫറൻസ് കർവ്സ് കനോട്ട് റെപ്രസെൻറ്റ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. So then they cannot intersect each other. It means only one indifference curve will pass through a given point on an indifference map. ഒരു ഇൻഡിഫറൻസ് മാപ്പിൽ ഒരു പോയിന്റിൽ ഒരു ഇൻഡിഫറൻസ് കർവിന് മാത്രമാണ് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ അപ്ലൈയിങ് ട്രാൻസിറ്റിവിറ്റിയാണ്. ട്രാൻസിറ്റിവിറ്റി ഇഫ് ദ കൺസ്യൂമർ ഈസ് ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആൻഡ് എ ആൻഡ് സി, എ ആൻഡ് ബി ആൻഡ് എ ആൻഡ് സി, then by transitivity the consumer should also be indifferent between B and C എന്ന് പറയുന്നത്. അതായത് സെലക്ഷൻ ബിറ്റ്വീൻ ഗുഡ്സ് ആർ റാഷണൽ എന്നാണ് പറയുന്നത്. എ ഈസ് പ്രിഫേർഡ് ടു ബി ആണെങ്കിൽ ബി ഈസ് പ്രിഫേർഡ് ടു സി ആണെങ്കിൽ എ ഈസ് ഓൾസോ പ്രിഫേർഡ് ടു സി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇൻഡിഫറൻസ് കർവ്സ് ഇൻ്റർസെക്ട് ചെയ്യില്ല എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് കനോട്ട് ഇൻ്റർസെക്ട് each other because this would violate the principle of increasing utility with more goods. So indifference curves cannot intersect each other. ലോജിക്കൽ കോൺട്രാഡിക്ഷൻ ആയിട്ടുള്ള യൂട്ടിലിറ്റി ലെവൽസിലുള്ള കോൺട്രാഡിക്ഷൻ അവിടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസിറ്റിവിറ്റി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അത് നടക്കില്ല. ഇൻഡിഫറൻസ് കർവ് cannot intersect because this would violate the principle of increasing utility. ഗുഡ്സ് കൂടുതൽ വാങ്ങിക്കും തോറും അല്ലെങ്കിൽ ആ ഗുഡ്സിലുണ്ടാകുന്ന ക്വാണ്ടിറ്റി ചേഞ്ചിൽ യൂട്ടിലിറ്റി കൂടുന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെടും. സോ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് രണ്ടെണ്ണം ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. പിന്നീട് വരുന്നത് ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ. കോൺവെക്സ് ആയിട്ടുള്ളൊരു ഷേപ്പാണ് ഇൻഡിഫറൻസ് കർവ്സിനുള്ളത്. അതായത് വൺ കമ്മോഡിറ്റി എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതർ കമ്മോഡിറ്റി വൈ ഡിക്രീസ് ചെയ്യുന്നു. സോ മാർജിനൽ യൂണിറ്റി ഓഫ് എക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ യൂണിറ്റി ഓഫ് വൈ ഇൻക്രീസ് ചെയ്യുന്നു. ഈ ഒരു കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. സോ ടു മെയിൻറ്റെയിൻ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇൻക്രീസിങ് ക്വാണ്ടിറ്റി ഓഫ് എക്സ് ഈസ് റിക്വയർഡ് ടു കോമ്പൻസേറ്റ് ഫോർ ദ ലോസ് ഓഫ് വൈ. ഇതുകൊണ്ടാണ് ഇത് കോൺവെക്സ് ഷേപ്പായിട്ടിരിക്കുന്നത്. ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പാണ്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് ഡിമിനിഷിങ് ആണ്. ദ റേറ്റ് അറ്റ് വിച്ച് വൺ കമ്മോഡിറ്റി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അതർ ഫോൾസ് ആസ് ദ കൺസ്യൂമർ മൂവ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് ദ കർവ്. അലോങ് ദ കർവിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പം ഈ MRS എന്ന് പറയുന്നത് ഡിമിനിഷ് ചെയ്യും. ഈ ഒരു കേസോട് കൊണ്ട് തന്നെയാണ് കോൺവെക്സ് ആയിട്ടുള്ളൊരു കോൺവെക്സ് ടു ദ ഒറിജിൻ ആണെന്ന് പറയാൻ പറ്റുന്നത്. കർവ് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദ ഒറിജിൻ ആയിട്ട് പറയാൻ പറ്റുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് MRS ഡിമിനിഷ് ചെയ്യുന്നത്. ഇനി ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ലൈനാണ്. അതായത് ഈച്ച് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് യൂണിക് ലൈനാണ്, നെഗറ്റീവ് സ്ലോപ്പാണ്, ഷേപ്പ് കോൺവെക്സ് ആണ്. ഇൻ സ്പെഷ്യൽ കേസസ് ആൻഡ് ഇൻഡിഫറൻസ് കർവ് മേ ബി സ്ട്രെയിറ്റ് ഓർ കോൺകേവ് ടു ദ ഒറിജിൻ. ഇങ്ങനെയുള്ള സ്പെഷ്യൽ കേസസും ഉണ്ടാവാറുണ്ട്. ഇനി ഇൻഡിഫറൻസ് കർവ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡസ് ആൻ ഇൻഡിഫറൻസ് കർവ് പ്രസൻറ്റ്? ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ദാറ്റ് പ്രൊവൈഡ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. രണ്ടാമതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഇൻഡിഫറൻസ് കർവ്? ഈ താഴത്തേൽ ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത് ഓപ്ഷൻ എയിൽ വരുന്നത് ദേ സ്ലോപ്പ് അപ്വേർഡ്സ്, ബിയിൽ വരുന്നത് ദേ ആർ കോൺകേവ് ടു ദ ഒറിജിൻ, സിയിൽ പറയുന്നത് ദേ ക്യാൻ ഇൻ്റർസെക്ട് ഈച്ച് അതർ, ഡി ദേ ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ. ഇതിൽ നമുക്കറിയാം ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. സോ ആൻസർ ഡി, കോൺവെക്സ് ടു ദ ഒറിജിൻ. തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ദ സ്ലോപ്പ് ഓഫ് ആൻ ഇൻഡിഫറൻസ് കർവ് അറ്റ് എനി പോയിന്റ് ഈസ് നോൺ ആസ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, മാർജിനൽ കോസ്റ്റ്, മാർജിനൽ യൂട്ടിലിറ്റി, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമുക്കറിയാം ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നതിൻ്റെ സ്ലോപ്പായിട്ട് വരുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ദ പ്രിൻസിപ്പിൾ ദാറ്റ് ആസ് എ കൺസ്യൂമർ ഇൻക്രീസസ് ദ കൺസംഷൻ ഓഫ് വൺ ഗുഡ്, ദ വില്ലിംഗ്നെസ് ടു ഗിവ് അപ്പ് യൂണിറ്റ്സ് ഓഫ് അനദർ ഗുഡ് ഡിക്രീസസ്. കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻ ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ട്, ലോ ഓഫ് ഇൻക്രീസിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്,
ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ലോ ഓഫ് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദ റേറ്റ് അറ്റ് വിച്ച് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് വൺ ഗുഡ് ഫോർ അനദർ വൈൽ മെയിൻറ്റെയിനിങ് ദ സെയിം ലെവൽ ഓഫ് യൂട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു കൺസ്യൂമർ ഒരു ഗുഡിൽ ഇൻക്രിമെൻ്റ് ഉണ്ടാക്കിയാണ് മറ്റൊരു ഗുഡിൻ്റെ ഗിവ് അപ്പ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തുകൊണ്ടാണ് അത് നടക്കുന്നത്. സോ ദ ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് consumer consumes more of one good, they are willing to give up fewer amount of another good. So ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ടു ഇൻഡിഫറൻസ് കർവ് ഇൻ്റർസെക്ട്സ് വിച്ച് വയലേറ്റ്സ് വിച്ച് അസംഷൻ? ഈ 4 അസംഷനിൽ ഏത് അസംഷനാണ് വയലേറ്റ് ചെയ്തിട്ടാണ് ടു ഇൻഡിഫറൻസ് കർവ് ഇൻ്റർസെക്റ്റ് ചെയ്യുക? സോ ട്രാൻസിറ്റിവിറ്റി, നോൺ സാറ്റിയേഷൻ, ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, കംപ്ലീറ്റ്നെസ്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ട്രാൻസിറ്റിവിറ്റിയാണ്. കാരണം ദ അസംഷൻ ഓഫ് ട്രാൻസിറ്റിവിറ്റി സ്റ്റേറ്റ് ദാറ്റ് ഇഫ് എ കൺസ്യൂമർ പ്രിഫേഴ്സ് ബണ്ടിൽ എ ടു ബണ്ടിൽ ബി ആൻഡ് പ്രിഫേഴ്സ് ബണ്ടിൽ ബി ടു ബണ്ടിൽ സി, ദെൻ ദ കൺസ്യൂമർ മസ്റ്റ് ഓൾസോ പ്രിഫർ എ ടു സി. റാഷണൽ കൺസ്യൂമർ എന്ന നിലയ്ക്ക് ഒരു കൺസ്യൂമർ എ ടു ബണ്ടിൽ ബി പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ബി ടു ബണ്ടിൽ സി ആയിരിക്കും പ്രിഫർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ റാഷണൽ കൺസ്യൂമർ എപ്പോഴും എ ടു സി ആയിരിക്കും പ്രിഫർ ചെയ്യുക. ഇതെന്ന് പറയുന്ന ഒരു കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ റാഷണൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സോ ഇങ്ങനെയുള്ള കേസിൽ ഇഫ് ടു ഇൻഡിഫറൻസ് കർവ് ഇൻ്റർസെക്റ്റ് ഇറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് എ കോമൺ പോയിൻറ്റ് വെയർ ദ കൺസ്യൂമർ ഡിറൈവ്സ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ടു ഡിഫറെൻറ്റ് ബണ്ടിൽസ്. ഇങ്ങനെ നമ്മൾ എ ടു ബണ്ടിൽ ബി, ബി ടു ബണ്ടിൽ സി, എ ടു ബണ്ടിൽ സി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള പോയിൻറ്റുകളാണ്. സോ ഇൻഡിഫറൻസ് കർവുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയോ ഒരു കോമൺ പോയിൻ്റ് ഉണ്ട്, നമുക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഡിഫറെൻറ്റ് ബണ്ടിൽസിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ്. സോ ഈ ഒരു ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. ഹവർ ദിസ് കോൺട്രാഡിക്ട്സ് ദ അസംഷൻ ദാറ്റ് ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ് ഹയർ യൂട്ടിലിറ്റി ലെവൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്നു ഹയർ ഇൻഡിഫറൻസ് കർവുകൾ ഹയർ യൂട്ടിലിറ്റി ലെവൽസാണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക. സോ എ ടു ബി, ബി ടു സി എന്ന് പറഞ്ഞാൽ എ ടു സി തന്നെയാണ്. എ തന്നെയാണ് അവിടെ മോർ പ്രിഫേർഡ്. കാരണം എ തന്നെയാണ് അവിടെ ഹയർ ഇൻഡിഫറൻസ് കർവിൽ ഈ ഹയർ യൂട്ടിലിറ്റി തരുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇൻഡിഫറൻസ് കർവുകളെ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് വയലേറ്റ് ചെയ്യപ്പെടും. സോ അതിൻ്റെ ആൻസർ വരുന്നത് ട്രാൻസിറ്റിവിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ഇൻകം, ദ റേഷ്യോ ഓഫ് ദ പ്രൈസസ് ഓഫ് ദ ടു ഗുഡ്സ്, ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് അവൈലബിൾ, ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കൺസ്യൂമർ. ആൻസർ എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ദ പ്രൈസസ് ഓഫ് ദ ടു ഗുഡ്സ് ആണ്. ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദ ബജറ്റ് ലൈൻ റെപ്രസെൻറ്റ്സ് ഓൾ ദ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ഗിവൺ ദെയർ ഇൻകം ആൻഡ് ദ പ്രൈസസ് ഓഫ് ദ ഗുഡ്. ഒരു കൺസ്യൂമറിന് അദ്ദേഹത്തിൻ്റെ ഇൻകവും അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ പ്രൈസസും വെച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ലൈനാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ ബജറ്റ് ലൈൻ്റെ സ്ലോപ്പായിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് നെഗറ്റീവ് റേഷ്യോ ഓഫ് ദ പ്രൈസസ് ഓഫ് ദ ടു ഗുഡ്സ് ആൻഡ് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല. എന്ന് വെച്ചാൽ നെഗറ്റീവ് റേഷ്യോ ഓഫ് ദ പ്രൈസസ് ആണ്. മൈനസ് പി എക്സ് ബൈ പി വൈ എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. മൈനസ് പി എക്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് റേഷ്യോ ആണ് ഇവിടെ കണക്കാക്കുന്നത്. സോ പി എക്സ് എന്ന് പറയുമ്പോൾ ദ പ്രൈസ് ഓഫ് ഗുഡ് എക്സ് ആൻഡ് പി വൈ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ് വൈ. അപ്പോൾ പ്രൈസ് ഓഫ് ഗുഡ് എക്സ് ഡിവൈഡ് ബൈ പ്രൈസ് ഓഫ് ഗുഡ് വൈ ഇൻ നെഗറ്റീവ് റേഷ്യോയിലാണ് ഇവിടെ സ്ലോപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ആൻസറായിട്ട് പറയാം ദ റേഷ്യോ ഓഫ് ദ പ്രൈസസ് ഓഫ് ദ ടു ഗുഡ്സ് ആണ് ബജറ്റ് ലൈൻ്റെ സ്ലോപ്പായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവിൻ്റെ കണ്ടിന്യൂസ് ടോപ്പിക്സ് ആയിട്ടുള്ള MRS മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്നും ബജറ്റ് ലൈൻ എന്താണെന്നും പിന്നെ ഇൻഡിഫറൻസ് കർവ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കീ കൺസെപ്റ്റ്സും കൂടെ കുറച്ച് MCQസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ ഒറ്റ തവണ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.